ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ അത് ചെയിൻ റൂൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം പറഞ്ഞു പോയി. എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ പറഞ്ഞില്ല എന്നൊരു ഇത് തോന്നി. അപ്പൊ അതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാന്ന് വെച്ചു. ആക്ച്വലി ഞാൻ വന്നില്ല, ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എന്താണ് എക്സാമ്പിൾസ് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക, എക്സാമിന്റെ കൂട്ട് അങ്ങനെ ചെയ്യാന്നല്ല, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും, അതാ. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ നോക്കും, അതാണ്. അപ്പൊ ഇത് അറിയാനായിട്ട് ഇച്ചിരി പ്രോബ്ലങ്ങളോട് അറിയുന്ന നല്ലതായത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നോളം ചെയ്തേ. ഓക്കെ, നേരെ എക്സാമ്പിൾസിലോട്ട് കയറാം. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 2 ദ ഹോൾ റൈസ് ടു 5. ഓക്കെ, ഇങ്ങനൊരു ഫംഗ്ഷൻ ആണ് വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് y എന്ന് വിളിക്കാം. എപ്പോഴും എന്തിനാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? y ഈക്വൽ ടു 3x + 2 ദ ഹോൾ റൈസ് ടു 5 എന്ന് എടുക്കാം. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, അതായത് dy/dx വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാണുന്ന വെളിയിൽ കിടക്കുന്നതിനെ നമുക്ക്, മീൻസ് അകത്ത് കിടക്കുന്നതിനെ നമുക്ക് യു എന്ന് വിളിക്കാം. അങ്ങനെയാണെന്ന് എന്തോ ഇത് u⁵5 ആവും. ഇനി നമ്മൾ പറഞ്ഞ മറ്റേ ഇക്വേഷൻ പോലെ എന്ത് dy/du ഇൻറ്റു du/dx എന്ന് എടുക്കുക. അപ്പൊ നമ്മുടെ u ഈക്വൽ ടു 3x + 2 എന്ന് എടുത്ത്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എന്താ u⁵5. അപ്പൊ dy/du എന്തോ ഡെറിവേറ്റീവ് ഓഫ് u⁵5 ഈക്വൽ ടു 5u⁴ എന്ന് കിട്ടും. ഓക്കെ, എന്താണ് dy/du എന്ന് പറയുന്നത് 5u⁴ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇനി എന്താ നമ്മൾ പറഞ്ഞത്, അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാ? du/dx. ഓക്കെ, ഇവിടെ u എന്താ 3x + 2. ഓക്കെ, നമ്മുടെ അടുത്തുണ്ട് u ഈക്വൽ ടു 3x + 2. അപ്പം du/dx എന്ന് പറയുമ്പോൾ d/dx ഓഫ് 3x + 2 അതെന്താ 3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഓക്കെ, കാരണം ഇത് മാത്രമുള്ള എക്സിന്റെ ടേം, ഇത് കോൺസ്റ്റന്റ്. അപ്പൊ എന്തോ 0 ഇപ്പോ 3 മാത്രമേ നമുക്ക് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 3 എന്നും കിട്ടി. ഇനി എന്ത് വേണം? നമുക്ക് കിട്ടിയ രണ്ടെണ്ണം മൾട്ടിപ്പിൾ ചെയ്യണം, അതായത് 5u⁴ ഇൻറ്റു 3. u എന്താ ഓൾറെഡി 3x + 2 അല്ലേ? അപ്പൊ നമ്മൾ 5ന് വരെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 5 ഇൻറ്റു 3x + 2 ദ ഹോൾ റൈസ് ടു 4 ഇൻറ്റു 3 എന്ന് എടുക്കും. അപ്പൊ എന്ത് കിട്ടും? 15 3x + 2 ദ ഹോൾ റൈസ് ടു 4. ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇല്ല സിമ്പിൾ ആയിട്ട് വേറെ രീതി ചിന്തിക്കും. ഈ മൊത്തം ടേമിനെ നോക്കുക. ഓക്കെ, ഈ അകത്ത് കിടക്കുന്നതിന് ഒറ്റ ടേമായിട്ട് മാത്രം ചിന്തിക്കും. ഈ 3x + 2നെ ഒറ്റ ടേമായിട്ട് മാത്രം ചിന്തിക്കും. ആ ടേം റൈസ് ടു 5. അപ്പൊ എന്ത് ചെയ്യും? ഈ 5 ഇവിടെ വരും. 5 ഇൻറ്റു 3x + 2 ദ ഹോൾ റൈസ് ടു 4 വരും. ഇനി എന്ത് ചെയ്യും? നമ്മൾ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറുമ്പോൾ എന്തിനെ കാണും? 3നെ കാണും. അപ്പൊ എന്ത് ചെയ്യും? 5 ഇൻറ്റു 3x + 2 ദ ഹോൾ റൈസ് ടു 4 ഇൻറ്റു 3 എന്ന് ചെയ്യും. അത് തന്നെയല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്? അത് ഇച്ചിരി സിമ്പിളർ വേ, അത്രേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തക്ക രീതി. അടുത്ത എക്സാമ്പിൾ നോക്ക്. y ഈക്വൽ ടു √5x - 1. നമുക്ക് ഈ √5x - 1 എങ്ങനെ എടുക്കാം? 5x - 1 ദ ഹോൾ റൈസ് ടു 1/2. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഈ പറഞ്ഞതിനോട് ഇതിനെ u എന്ന് എടുക്കാം. അപ്പൊ എന്താ y ഈക്വൽ ടു u⁵1/2. ഇനി എന്ത് ചെയ്യും? dy/du, അതായത് d/du ഓഫ് u⁵1/2. u⁵1/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/2 ഇപ്പുറത്ത് വരും. 1/2 ഇൻറ്റു u⁵1/2 - 1 എന്ന് കിട്ടും. അതായത് d/dx ഓഫ് x⁵n എന്താ? n ഇൻറ്റു x⁻n - 1. അതേ ഫോർമുല തന്നെ. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കാണുന്ന ഇത്രയും. ഓക്കെ, ഇതാണ് dy/duന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എന്ത് ചെയ്യണം? du/dx ചെയ്യണം. ഇവിടെ u എന്താ? 5x - 1. d/dx ഓഫ് 5x - 1. അപ്പോൾ എന്നിട്ട് 5 കിട്ടി. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/2 ഇൻറ്റു √5x - 1. ഇതെങ്ങനെ റൂട്ട് വന്നെന്ന് ചോദിക്കില്ല. അതായത് 5x - 1 ദ ഹോൾ റൈസ് ടു -1/2നെ 1/√5x - 1 എന്ന് എടുക്കുക. ഇത് വെളി മൾട്ടിപ്ലൈ ചെയ്ത 1/2, ഇത് മറ്റേ 5. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ ആയേ. ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് വാ. y ഈക്വൽ ടു x² + 4x ദ ഹോൾ റൈസ് ടു 3. ഓക്കെ, നമുക്ക് ഈ എന്ത് ചെയ്യാം? അകത്ത് കിടക്കുന്ന x² + 4xനെ u ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടേം എന്തോ മൊത്തം u⁵3 ചെയ്യാം. y ഈക്വൽ ടു u⁵3 എങ്ങനെ ചെയ്യാം? y ഈക്വൽ ടു മീൻസ് നമുക്ക് ഡെറിവേറ്റീവ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? dy/du ഇൻറ്റു du/dx എന്നോ. അപ്പൊ എന്താ dy/du എന്താ കിട്ടും നമുക്ക്? അതായത് u⁵3 എന്ത് കിട്ടും? 3u⁵2 എന്ന് കിട്ടുമല്ലോ. അതായത് 3u⁵2. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ എന്തോന്ന്? du/dx. du/dx എന്താ? d/dx ഓഫ് x² + 4x. x² + 4xന്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മുടെ അഡീഷൻ റൂള്.
ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ്, അതായത് 2x + 4. ഇനി എന്താണ്, അതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയല്ല നിങ്ങൾക്ക് ഇത് അത്യാവശ്യം ഒരു കണ്ടല്ലേ ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വട്ടം ഈ യു അങ്ങനത്തെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഒറ്റയടി തന്നെ സഡൻ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ സാധനമല്ല നിങ്ങളുടെ തലയ്ക്കകത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിപ്പോഴും പറയുന്നത്, ഞാൻ ഇത് എന്താണ് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നതേ ഉള്ളൂ. ഈ എക്സാമ്പിൾസ് കേൾക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യേണ്ടുള്ളൂ എന്താണെന്ന് അറിയാമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് നിൽക്കണമെന്നില്ല. ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അതായത് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കണം. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിങ്ങൾക്ക് ലോഡ് ചെയ്തെടുക്കാന്ന്. ഈ അകത്ത് കാണുന്നതിനെ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ എൻറ്റിറ്റി റേസ്റ്റ് 3ന്റെ ഡെറിവേറ്റീവ് എന്താ, 3 × that entity raised to 2, നമ്മുടെ കോമൺ ഇക്വേഷൻ. ഓക്കെ, അത് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറും. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്താ, 2x + 4 എടുക്കും വീണ്ടും വെളിയിൽ. അത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് ഒരു ഐഡിയ കിട്ടിയ നമുക്കൊരു ചെയ്യും പോലെ പിടിച്ചു പോവാം. അതായത് ആദ്യം നമ്മൾ വെളിയിലത്തെ എടുക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറും. ഇനി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ടും കയറും. അതാണ് ബേസിക്കലി ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാ ഇവിടെ തന്നെ നോക്ക്. ഇവിടെ ആദ്യം ഒരു വെളിയിലെ എൻറ്റിറ്റി മീൻസ് വെളിയിൽ മൊത്തത്തിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹോൾ ഡെറിവേറ്റീവ് നമ്മൾ വെളിയെടുത്തിട്ട് ഇനി അതിൻ്റെ അകത്തോട്ട് കയറി അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അതാണ് ബേസിക്കലി ചെയിൻ റൂൾ. വേറെ എക്സാമ്പിൾസ് കൂടെ കാണിച്ചു തരാം. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ കാണിച്ചു തരാം. ഫസ്റ്റ് y = sin 4x. അപ്പോൾ വേണമെങ്കിൽ ഞാൻ വീണ്ടും ഓക്കെ യുവിന്റെ ടൈമിൽ തന്നെ പറഞ്ഞുതരാം. നമുക്ക് u = 4x എന്ന് എടുക്കണം. അപ്പോൾ എന്താണ്, dy/du × du/dx. dy/du എന്താ, ഇത് d/du of sin u എന്ന് പറഞ്ഞാൽ എന്താ, cos u. cos u എന്താ, cos u എന്ന് പറഞ്ഞാൽ cosന്റെ 4x. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, du/dx. du/dx എന്ന് പറഞ്ഞാൽ എന്താ, d/dx of 4x. എന്ത് കിട്ടും, 4. രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ sin 4xന്റെ, അതായത് സൈൻ അകത്തൊരു എൻറ്റിറ്റി, എൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എൻറ്റിറ്റി ഇൻറ്റു ഇനി അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ എന്ത് അവിടെ കണ്ട്, 4x ഉണ്ട്. അപ്പോൾ 4xന്റെ ഡെറിവേറ്റീവ് എന്താ, 4. അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞതിൻ്റെ കൂട്ട് കണ്ട tan 2x + 1. u എന്ന് പറഞ്ഞതിന് 2x + 1 എന്ന് എടുക്കാം. അപ്പോൾ എന്താ, dy/du എന്ത് കിട്ടും, sec² × 2x + 1. ഓക്കെ, അതായത് sec² u എന്ന് കിട്ടും. അതായത് sec² × 2x + 1. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, du/dx എടുക്കും. du/dx എന്താ, d/dx of 2x + 1. എന്ത് കിട്ടും, 2 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് ഒരു cos 3x². ഇതിൻ്റെ അകത്ത് 3x² നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു u ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താ, ഇത് cos u. അപ്പോൾ dy/du എന്ന് പറഞ്ഞാൽ d/d of cos u. അതെന്താ, -sin u. -sin u എന്ന് പറഞ്ഞാൽ -sin × 3x². അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, d/du/dx മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ, du/dx എന്ന് പറഞ്ഞാൽ d/dx of 3x². അതെന്താ, 6x. അപ്പോൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധനം കിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതിൻ്റെ കൂട്ട് ഇനി ഒന്ന് ചിന്തിച്ചാൽ മതി. കോസിന്റെ അകത്തൊരു എൻറ്റിറ്റി. അപ്പോൾ കോസിന്റെ ഡെറിവേറ്റീവ് എന്താ, -sin. അപ്പോൾ -sin എൻറ്റിറ്റി. ഇനി എൻറ്റിറ്റിക്ക് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ എന്താണ്, 3x². 3x² വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 6x എന്ന് കിട്ടും. അത് ഈ 2 ഇവിടെ വരും, 3 ആയിട്ട് മൾട്ടിപ്ലൈ 6x. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, y = e⁻⁵x. നമുക്കറിയാവുന്ന എന്താ, e⁻⁴ ഡെറിവേറ്റീവ് e⁻⁴ എന്നാണ്. അപ്പോൾ ഇവിടെ 5x ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5xനെ u എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താ, e⁻u. dy/du എന്ന് പറഞ്ഞാൽ d/du of e⁻u. അതെന്തോ, e⁻u തന്നെ. e⁻u എന്ന് പറഞ്ഞാൽ e⁻⁵x. ഇനി അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, d/dx of 5x. അതെങ്ങനെയായി, d/dx of 5x എന്ന് പറഞ്ഞാൽ d/dx of u എന്നായി. അതാ d/dx of 5x. അത് കഴിയുമ്പോൾ 5 കിട്ടി, മൾട്ടിപ്ലൈ ചെയ്ത്. അതേ കാര്യം തന്നെ ഇവിടോട്ട് വാ. x² കേസ് എടുത്താൽ x² u എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി, dy/du എന്ന് പറഞ്ഞാൽ e⁻u എന്ന് കിട്ടും, e⁻x² കിട്ടും. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, d/dx of x² എന്ന് പറഞ്ഞാൽ എന്താ, 2x കിട്ടും. അപ്പം e⁻x² × 2x എന്ന് കിട്ടി. ഓക്കെ, അതാണ് സാധനം. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് വന്ന f(x) = 2⁻3x. ഇതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പോലെ ഫീൽ ചെയ്യും, പക്ഷേ സിമ്പിളാണ്. അതായത് നമുക്ക് ഏതൊരു എക്സ്പോണൻഷ്യൽ നമ്പറിന് ഈ ഒരു രീതിയിൽ എഴുതാം. അതായത് a⁻b = e⁻b × ln of a. ഇത് എങ്ങനെ വന്നെന്ന് ഓർത്ത് പേടിക്കേണ്ട. അതായത്
ഈ മേളിൽ കാണുന്ന ടേം ഉണ്ട് ബി ഇൻറ്റു എൽ എൻ ഓഫ് എ. ഈ ബി ഇൻറ്റു എൽ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ലോഗ് എ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് എ എന്ന് കിട്ടും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബി ഇൻറ്റു എൽ എൻ ഓഫ് എ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എൽ എൻ ഓഫ് എ റേസ് ടു ബി എന്ന് എഴുതാം. അപ്പൊ ഇതെങ്ങനെയാ? ഈ റേസ് ടു എൽ എൻ ഓഫ് എ റേസ് ടു ബി എന്നോ. നമുക്ക് ഈ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ റേസ് ടു ബി എങ്ങനെ ഇ റേസ് ടു എന്താ എൽ എൻ ഓഫ് എ റേസ് ടു ബി എന്ന് ചോദിച്ചാൽ ഇ റേസ് ടു ലോഗ് ഓഫ് ദാറ്റ് നമ്പർ ഗീവ്സ് ദാറ്റ് നമ്പർ. അതൊരു പ്രോപ്പർട്ടിയാ. അതെങ്ങനെ വന്നെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ പിന്നെ നമ്മുടെ ലോഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും വലിയൊരു സീരീസ് പോലുള്ള സാധനം. അപ്പം ഇത് മാത്രം മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ഞാൻ അത് കയറി കാണാൻ പറയത്തില്ല. കാരണം അത് പാഷനേറ്റ് ആയിട്ട് വരുന്നവർക്ക് മാത്രമേ അത് ഫുള്ള് അത്ര പേഷ്യൻസോടെ കണ്ടു കയറി വരാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ അത് കാണാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഒന്ന് കാണാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതായിരിക്കും ബെറ്റർ. ഓക്കെ, അതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ നല്ല സമയം പിടിക്കും. അപ്പൊ അതേ പ്രോപ്പർട്ടി തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് 2^3x എന്ന് പറഞ്ഞാൽ e⁻³ ഓഫ് ln ഓഫ് 2 എന്ന് കിട്ടി. ഇനി അതിനെ നമ്മൾ എന്ത് ഡെറിവേറ്റീവ് എടുക്കും? e⁻ഈ നമ്പറും u 3x ഇൻറ്റു ln ഓഫ് 2 എന്ന് പറയുന്നത് u. അപ്പം എന്താ dy/du എന്ന് പറഞ്ഞാൽ d/du ഓഫ് e⁻u. എന്ത് കിട്ടും? e⁻u തന്നെ കിട്ടും. u എന്താ ഇവിടെ? 3x ഇൻറ്റു ln ഓഫ് 2 ഇൻറ്റു അടുത്ത എന്ത് വേണം? du/dx വേണം. ഇവിടെ u എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ 3x ഇൻറ്റു ln ഓഫ് 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ln ഓഫ് 2 എന്ന് കിട്ടും. കാരണം ഇവിടെ എന്താണ് ഈ എക്സിന്റെ കോയിഫിഷ്യൻസ് ഇവരല്ല. ഓക്കെ, എക്സിന്റെ ടേമിൽ ഇവരല്ല നിൽക്കുന്നത്. അപ്പൊ എന്ത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ 3 ln ഓഫ് 2 മാത്രമേ കിട്ടൂ. അതിനെ വെളിയെടുത്ത്. ഓക്കെ, ഇത് ബേസിക് ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി d/dx ഓഫ് x എന്താ? 1. അതേ സാധനം തന്നെ ഇവിടെ ചെയ്തത്. d/dx ഓഫ് x 1 ആണെങ്കിൽ d/dx ഓഫ് 3 ln ഓഫ് 2 x എന്ന് പറഞ്ഞാൽ 3 ln ഓഫ് 2 എന്ന് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളുകൾ പോലെ ഇത് y=√(x²+ 4) എന്നാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു എക്സാമ്പിളുകൾ പോലെ ഇങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, നിങ്ങൾ കയറി ഓരോന്നും നിങ്ങളായിട്ട് തന്നെ സോൾവ് ചെയ്ത് നോക്ക്. കാരണം ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ സ്ലൈഡുകളെല്ലാം ഒന്ന് വിടാം. നിങ്ങളായിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങളായിട്ടാണ് ചെയ്തു പോകും. കാരണം ഇല്ല ഇത് ലോങ്ങോ. കാരണം എനിക്ക് അതിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ ശ്രദ്ധിച്ചു. ഞാൻ നല്ല സ്പീഡിൽ ഇത് പറഞ്ഞു തരണം. കാരണം പ്രോബ്ലം സൊല്യൂഷൻ ഈസ് നോട്ട് ദ തിങ് വാട്ട് ആക്ച്വലി ഐ ഇന്റൻഡഡ്. അപ്പൊ എന്താ എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലാവുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് എല്ലാം ഇങ്ങനെ തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, പോസ് ചെയ്തിട്ട്. ഇച്ചിരി ചലഞ്ചിങ് ആയിട്ട് തന്നെ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു അകത്തോട്ട് കയറി പോന്ന് പറഞ്ഞ ഇത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാ. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് നമുക്ക് കിട്ടിയേക്കുന്ന ഫംഗ്ഷൻ ഏതാ? y=sin³ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ രണ്ട് കാര്യം ചെയ്യണം. അതായത് നമുക്ക് sin x-ന്റെ അറിയാം. ഓക്കെ, നമ്മൾ sin2x-ന്റെ എങ്ങനെ നേരത്തെ ചെയ്ത്, പക്ഷെ sin³ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന sin ഈ 2x ഉണ്ടല്ലോ, 2x-നെ നമ്മൾ u എന്ന് കൺസിഡർ ചെയ്യണം. അല്ല, v എന്ന് കൺസിഡർ ചെയ്യും. 2x-നെ നമ്മൾ v എന്ന് കൺസിഡർ ചെയ്ത ഇനി എന്തോ sin³ v എന്നോ. ഓക്കെ, താപ്പോട്ട് നോക്കണ്ടേ, പറയുന്ന കാര്യം കേട്ടാതില്ല. താപ്പോട്ട് നോക്കിയാലും കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഈ 2x-നെ v എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതെന്തോ sin³ v എന്നോ. ഓക്കെ, sin³ v. ഇനി എന്ത് ചെയ്യണം? ഈ sin³ v ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സൈനിനെ, അതായത് sin³ v അല്ല, sin v യെ നമ്മൾ എന്ത് ചെയ്യണം? u ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതെങ്ങനോ y=u³ എന്നോ. u എന്താ ഇവിടെ? sin v എന്താ 2x. മനസ്സിലായി? രണ്ട് ടേം ഇട്ട് കൊടുത്ത്. ഇനി എന്ത് വേണം?
ഓരോന്നിനും ചെയ്ത് നോക്കണം. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ഇത് താഴോട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. dy/du ഇൻറ്റു du/dx. ഓക്കെ, ഇനി ഇവിടെ du/dx എന്താ, ഇവിടുത്തെ du/dx എന്താന്ന് ചോദിച്ചാൽ du/dv ഇൻറ്റു dv/dx. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായി? അങ്ങനെ ചെയ്തേ നിങ്ങൾക്ക് ഇത് കിട്ടും. അതായത് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ചെയിനിങ്. ആദ്യം നമ്മൾ എന്ത് ചെയ്ത്, ഒരു നമ്പർ റേസ് ടു 3 ഉണ്ട്, അപ്പൊ എന്താവും, അത് 3 വെളി വന്നിട്ട്, അതായത് മീൻസ് സംതിങ് ഓർ ആൻ എൻറ്റിറ്റി റേസ് ടു 3ന്റെ ഡെറിവേറ്റീവ് നമുക്ക് പഠിച്ചു വെച്ചോ ടൈമിൽ എങ്ങനെ വരും, 3 ഇവിടെ വന്നിട്ട് ആ എൻറ്റിറ്റി ദ ഹോൾ റേസ് ടു 3 - 1 എന്ന് വരും. ഇനി നമ്മൾ എന്ത് കയറി, അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ എന്താ കണ്ടേ, അവിടെ ആ എൻറ്റിറ്റി ആയിട്ടിരിക്കുന്ന sin 2x ആ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സൈനിന്റെ ഡെറിവേറ്റീവ് എടുത്ത്, സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ്. അപ്പൊ കോസ് കിട്ടി, cos 2x കിട്ടി. ഇനി വീണ്ടും അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2x ഇരിപ്പുണ്ട്, വീണ്ടും അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. അത് നോക്കുക, അതേ സാധനം തന്നെ ഇവിടെ ചെയ്തത്, 3 ആ എൻറ്റിറ്റി റേസ് ടു 3 - 1 2 ഇൻറ്റു അകത്തോട്ട് കയറിയപ്പോൾ കണ്ടത് cos 2x. ഇനി അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കണ്ടത് 2. ഓക്കെ, അല്ലെങ്കിൽ ഇത് മറ്റേ ഇക്വേഷൻ പോലെ തന്നെ ചെയ്യണമെന്നുള്ളത് ചെയ്യാം, അല്ല ഇച്ചിരി തലയ്ക്കകത്തൊരു പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മറ്റേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്ത്, ഈ കാണുന്ന 2x-നെ v എന്നും എടുത്ത്, ഈ കാണുന്ന sin 2x-നെ u എന്നും എടുത്ത്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് ഈ കാണുന്ന u⁻³ ടൈമിൽ കിട്ടും, y = u⁻3. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, dy/dx. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, dy/du ഇൻറ്റു du/dx എന്നെടുത്ത്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് du/dx ആണുള്ള, അപ്പൊ അതിനെ നമ്മൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും, അതേ വീണ്ടും ചെയ്യേണ്ട കൂടെ, du/dx = du/dv ഇൻറ്റു dv/dx. അതേ ഉള്ളു, അതേ കോൺസെപ്റ്റ് തന്നെ. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ട്രിഗണോമെട്രിക് പവർ ഒന്നുമില്ല, തൊട്ട് മുമ്പ് ചെയ്ത അതേ സാധനം തന്നെ. ഓരോന്നായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചൊന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഇട്ടിട്ടില്ലായിരിക്കും, പക്ഷേങ്കിൽ ആലോചിച്ച് ചെയ്തു, സമയം എടുത്ത് ചെയ്തു പോയാൽ. ഓക്കെ, ക്വിക്ക് സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടുന്ന അത്ര എളുപ്പമല്ല. അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെ ചെയ്യണമുള്ള നോളജ് എന്തെന്ന് ചെയ്യുക എന്ന് നിങ്ങളുടെ ഇതാ. അതാ വന്നല്ലോ എക്സ്പോണൻഷ്യൽ ട്രിഗണോമെട്രിക്. അതായത് ഇതെല്ലാം ആ ലോജിക്ക് ചെയ്യാം, ചെയ്യും ചെയ്ത് കയറാം. ഓക്കെ, നമ്മൾ നേരത്തെ വന്നെന്താ 2⁻³ കണ്ട്, ഇവിടെ 2⁻sin x കണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിപ്പോ പറഞ്ഞ അതേ സാധനം തന്നെ, അതേ രീതിയിൽ തന്നെ കയറി പോയാൽ മതി, സാധനം കിട്ടും. e⁻cos 2x. ഇതിന് ഒറ്റ അടി എന്റെ മൈൻഡിൽ വരുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ പറയാം, e⁻ എൻറ്റിറ്റിയുടെ ഡെറിവേറ്റീവ് എന്താ, e⁻ that നമ്പർ. അപ്പൊ e⁻cos 2x ഇൻറ്റു, ഇനി അകത്ത് കണ്ട എന്താ, cos 2x എന്താ, -sin 2x. ഓക്കെ, അതും വന്നു. ഇനി അതിന്റെ അകത്ത് കയറിയപ്പോൾ എന്താ, 2x. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ, 2. ടപ്പേന്ന് പോയി. ഇതൊക്കെ അറിയണമെങ്കിൽ ലോഗരിതം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തൊക്കെയാണ്, നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പറഞ്ഞുള്ളൂ, ലോഗരിതത്തിന്റെ പറഞ്ഞില്ല. കുഴപ്പമില്ല, ജസ്റ്റ് തൽക്കാലം ആ ഇക്വേഷൻ നോക്കിയാൽ മതി. ഓൾറെഡി ആ ഈയിടെ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ ഏത് ലോഗിന്റെ കൊണ്ടുവരാൻ പറ്റണം. കോംപ്ലിക്കേറ്റഡാ, പക്ഷെ വേണോന്ന് വെച്ച് ഇത് ചിന്തിച്ചാൽ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു. കോംപ്ലക്സ് പവർ x⁻², ഇതൊക്കെ നിങ്ങളുടെ ടാസ്കാ. ഓക്കെ, നിങ്ങൾക്ക് വേണേ x² എന്താ u എന്നെടുക്കാം, അപ്പൊ x⁻u ആവും. അപ്പൊ x⁻u-നെ ഇനി വേണേ v എന്നെടുക്കാം, അപ്പൊ എന്ത് കിട്ടും, y = v ആവും. അപ്പൊ dy/dv ഇൻറ്റു dv/dx എന്ന് കിട്ടും. അപ്പൊ ഇനി അതിൻ്റെ അകത്ത് എന്ത് കിട്ടും, dv/dx ഉണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യാം, dv/du ഇൻറ്റു du/dx ചെയ്യാം. തന്നെ ചെയ്ത് നോക്കി കയറി കിട്ടും നിൽക്കാൻ. ഓക്കെ, അപ്പം ബൈ.